മരത്തിന്റെ പ്രത്യേകത എന്താണ്? മരം തണല് തരും, കല്ലെടുത്തെറിഞ്ഞാലും പഴം തരും. ആരെങ്കിലും ഒന്ന് വെട്ടിമുറിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ആ വീഴുന്നത് വരെ നമുക്ക് തണല് തരും. തണല് തരുന്ന മഹാവൃക്ഷം നാം ചുവടെ മുറിക്കുകയാണ് എന്ന് പറയുമ്പോൾ അല്ല, ഈ സൂര്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രിയപ്പെട്ടവര് ഈ തണല് തരുന്ന മഹാവൃക്ഷങ്ങള് നട്ടു വളർത്താൻ ശ്രമിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഏറെ ബഹുമാന്യനായ സൂര്യാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയവൻ എന്ന് പറഞ്ഞ പോലെ കറപുരളാത്ത ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ ജോലിയിൽ കറപുരളാത്ത ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട മണിയൻ സാറ്. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ. വാക്കുകൾ അങ്ങനെയാണ്, കസ്തൂരി പോലെ മണക്കണം. ഞാൻ ഈ സന്തോഷ് സാറിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വാക്കുകൾ കൊണ്ടൊരു കാഴ്ചയൊരുക്കുവാൻ നാവിൽ സരസ്വതിയായി നീ വാഴണേ. ഏറ്റവും മനോഹരമാകുന്ന വാക്കുകൾ ചേർത്തു പറയുവാനാകണേ ദൈവമേ. നന്മയിൽ എന്നും നീ ചേർത്ത് നിർത്തിയിടണേ, തിന്മ ചെറുക്കുവാൻ ത്രാണിയുണ്ടാകണേ. നന്മ തെളിച്ചു കൊളുത്തുന്ന ജീവന്റെ കർമ്മദീപങ്ങൾക്ക് കാവലാളാകണേ. എൻ്റെ ഈ കൂട്ടുകാരെല്ലാവരും കൂടപ്പിറപ്പുകളായിരുന്നിടണേ. ജാതി മതങ്ങൾക്ക് അതീതമായി ജീവിതം സ്നേഹസ്മരണയിൽ എന്നും പുലരണേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഈ സൂര്യാനഗറിന് ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ ഒരു വല്ലാത്ത പേരാണ്, അതല്ലേ സൂര്യാനഗർ. സൂര്യനെ പോലെ ആകണം മനുഷ്യരെന്നാ പറയുന്നത്. മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാർന്ന എത്തിയൊരു ഇളനീർ വെളിച്ചം പുരണ്ടിവിടെ ഈ കൊച്ചു ഭൂമിയിൽ, ഈ കൊച്ചു വട്ടത്തിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ച് പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ച് കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ട് കുളിരിന്റെ കുടമൂതി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ച് കദളിയുടെ ഒരു മുല കൂമ്പുകൊണ്ടൊന്നല്ല 10 മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതൂട്ടുവാൻ പട്ടിന്റെ പോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. ഒരു ജീവനുള്ള നാടാണിത് എന്നിവിടെ വരുമ്പോ തന്നെ മനസ്സിലായി. കാരണം ഇവിടെ സോജിയുടെയും സിമിയുടെയും വീട്ടിൽ കയറിയപ്പോ സിമി ഓടി നടന്ന് ഞങ്ങളെങ്ങനെ സ്വീകരിക്കണമെന്ന് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി കടിഞ്ചായി എടുക്കുന്നു. ജോണിയേട്ടനാണ്, അല്ലെ ഫ്രാൻസി ഏട്ടൻ. ഫ്രാൻസി ഏട്ടൻ ഇവിടുത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ മനുഷ്യനാണെന്ന് മണിയൻ സാർ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതാണ് ഈ നാടിന്റെ ഒരു നന്മ. അപ്പൊ നിങ്ങളുടെ നാട് സൂര്യനെ പോലെ ആകണം. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിന്റെ കൈകളിൽ എടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പരത്തുന്ന കാടിന്റെ സാന്ദ്ര ഹരിതാഭമാം ദൃശ്യമാം സംഗീതമാകുന്ന ജീവന്റെ ഉന്മത്ത നൃത്തമാകണം ഈ നാട്. തീർച്ചയായിട്ടും അതാകും. കാരണം നിങ്ങൾ മരം നട്ടാണ് ഇതിന്റെ തുടക്കം.